ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി സർക്കാർ നിയോഗിച്ച സമിതിയുടെ പ്രാഥമിക കണ്ടെത്തൽ. സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഗോവിന്ദച്ചാമി ഉപയോഗിച്ചത് പോലീസ് കണ്ടെടുത്ത ആയുധം തന്നെയാണോ എന്നതിൽ അവ്യക്തതയുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്താൻ സമിതി ജയിൽ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ യോഗം വിളിച്ചു ചേർത്തു. ജയിലുകളിലെ സുരക്ഷാ വീഴ്ച പരിശോധിക്കാൻ നിയോഗിച്ച രണ്ടംഗ സമിതി അംഗങ്ങളായ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവർ ഇന്നലെയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിച്ചത്. സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദമായ മൊഴിയെടുത്ത സംഘം ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്ന സെല്ലിലടക്കം പരിശോധനയും നടത്തി. ജയിൽ ചാട്ടത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് അന്വേഷണ സംഘത്തിന്റെയും പ്രാഥമിക വിലയിരുത്തലുകൾ. ജയിൽ ചാട്ടത്തിനായി ഗോവിന്ദച്ചാമി ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഇത് മുൻകൂട്ടി മനസ്സിലാക്കാൻ ജയിൽ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. അയാൾ ചാടിയ സാഹചര്യം ശരിക്കും മനസ്സിലാക്കി. അത് അവിടുത്തെ പോരായ്മയാണ്. പിന്നെ എന്തുകൊണ്ട് അവരുടെ നിരീക്ഷണത്തിൽ ഇത്ര ദിവസം എടുത്ത് അത് മുറിച്ചു, ആ കമ്പികൾ മുറിച്ചു മാറ്റിയത് ശ്രദ്ധയിൽപ്പെടാത്തെന്നുള്ളത് ഒരു ന്യൂനതയാണ്. ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സമിതി വിലയിരുത്തി. 6 മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്രത്യേക സമിതിയുടെ തീരുമാനം. മീഡിയ 1 കണ്ണൂർ.